ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തിരുവമ്പാടി വ്യവസായിൻ്റെ തിരുവമ്പാടി വീട്ടിൻ്റെ ഓണാഘോഷ പരിപാടിയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് പൂക്കളം മത്സരമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അത് പങ്കെടുക്കാനായിട്ട് തിരക്കായതുകൊണ്ട് പറ്റിയില്ല. അപ്പോൾ നമ്മൾ 4 ദിവസമുള്ള പരിപാടിയാണ് ഇത്. നാല് ഗ്രൂപ്പുകളായിട്ട് ഒരുമിച്ചുള്ള പരിപാടിയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ മാവേലികളും അങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിരുന്നുണ്ടോ. ഇത് എല്ലാ വർഷവും ഉണ്ടാകുന്നതാണ്. പക്ഷേ എല്ലാ വർഷവും നമ്മൾ ഓണത്തിന് ശേഷമായിരിക്കും പരിപാടികളൊക്കെ. ഇപ്രാവശ്യം ലളിതമായ രീതിയിലാണ് നമ്മൾ ഉരുൾപൊട്ടലൊക്കെ ഉള്ളതുകൊണ്ട് ലളിതമായ രീതിയിലാണ് ഓണാഘോഷ പരിപാടി നടത്തുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഘോഷയാത്ര പുറപ്പെടുന്നതിൻ്റെ ഒരു ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാം റെഡിയായിട്ടുണ്ട്. എല്ലാവരും കണ്ടില്ല, വേഷങ്ങളിലിട്ട് അണിഞ്ഞൊരുങ്ങി വ്യാപാര ഭവൻ്റെ മുന്നിലാണ് കേട്ടോ. ഇനി ഇവിടെ നിന്ന് പുറപ്പെടാനായിട്ടില്ല. കുട്ടികളൊക്കെ വേണ്ടിയായിരുന്നത് പുറപ്പെടാനായിട്ടില്ല കേട്ടോ. കുറച്ചും കൂടെ കഴിഞ്ഞാൽ പുലികളൊക്കെ ഓരോരുത്തർ പിടിച്ച് കെട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഒത്തിരി വേഷങ്ങളുണ്ട്. എല്ലാ കറക്റ്റ് വേഷങ്ങളും ഏതൊക്കെയാണെന്നൊന്നും എനിക്ക് പറയാൻ പറ്റുന്നില്ല. മലയാളികളെല്ലാം നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ പുലിയായിട്ടാണ് വേഷം ഇട്ടിരിക്കുന്നത്. നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു എനിക്ക് കാണാനായിട്ട്. അപ്പം ഇത് മോഹിനിയാട്ട വേഷമാണ് വെക്കുന്നത്. അപ്പോൾ ഇതൊരു മത്സരമാണ്. അത് അവിടെ ഒരുക്കിയിട്ടുണ്ട്. കണ്ടില്ല, ഫസ്റ്റ് സംഘങ്ങൾ പുറപ്പെടുക കേട്ടോ. അപ്പോൾ നമുക്ക് 4ാമത്തെ സംഘത്തിൽ റെഡിലാണ് നമ്മളുള്ളത്. അത് ഇരിക്കുക കേട്ടോ. പിന്നെ അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ. ചേട്ടനെ പിടിച്ചോണ്ട് പിന്നെ കാവടി, അങ്ങനെ വേട്ടക്കാരന്, അങ്ങനെയുള്ള എല്ലാ വേഷങ്ങളും ഇതിനകത്തുണ്ട്. എല്ലാ വേഷത്തിനും എനിക്ക് അറിയില്ല, എന്തൊക്കെയാണെന്ന് പറയാൻ അറിയില്ല. കുറഞ്ഞ രീതിയിൽ എനിക്ക് അവർ പഠിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ബാനർ എടുക്കുന്നത് നമുക്ക് അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. കുറച്ച് എടുത്തിട്ട് വരാവേ ചുറ്റി കളിച്ചോ സന്തോഷത്തിലാണ്. ഒരു വേഷമിട്ടായിട്ട് ഇങ്ങനെ പോവാന്നൊക്കെ പറയുമ്പോൾ നല്ലൊരു എന്തെങ്കിലുമൊക്കെ പറയണേ. ഫോട്ടോ എടുക്കാൻ അവിടെ നിന്ന് ഇവിടെ വരെ കഷ്ടപ്പെട്ട് വന്നില്ലേ. നമ്മൾ ചെണ്ടക്കാരുണ്ട്, കണ്ടില്ല കളിക്കുന്നില്ല, പുതിയ കിടന്ന് കളിക്കുന്നതുണ്ടോ. പിന്നെ ചെണ്ട ഉണ്ടായിരുന്നു. വേറെ എന്തൊക്കെയോ ഒരു കളികളുണ്ട് ഇതിനകത്ത്. എനിക്കെല്ലാ കളികളൊന്നും എന്താണെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെ അപ്പോൾ നമുക്ക് ഇനി എന്തൊരു സങ്കടം വിഷമങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഇന്നത്തെ പരിപാടികൾ കാണുമ്പോൾ നമ്മളതെല്ലാം നമുക്ക് മറിഞ്ഞു കൊടുക്കും. കൂട്ടുകാരുടെ ഇതാ ഇത് ആ മാമണിയെ ഒരുങ്ങിയിരുന്ന എൻ്റെ ഫ്രണ്ടാണ്. പിന്നെ ഇതായിട്ടൊരു മതിലാണ് ഇരിക്കുന്നത്. ഇത്
കാഴ്ചയും കൂടെ ഇവിടെ ഞങ്ങളെ പിടിക്കാൻ നോക്കിയിട്ട് നമ്മളേതോ ആണുങ്ങളായിട്ട് നമുക്ക് കൈ കൊടുത്തില്ല, ടീച്ചറിനെ പിടിക്കാൻ നോക്കി ടീച്ചർ കൈ കൊടുത്തില്ല കേട്ടോ. ഇത് ഏതോ ഒരു ആണുങ്ങളാണെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെയല്ലേ നമുക്ക് തോന്നുള്ളൂ. പിന്നെ ഇതാ എല്ലാവരും കൂടി ഞങ്ങൾ സ്റ്റാൻഡ് എത്തിയതിന് ശേഷമുള്ളതാണ് ഈ കാണുന്നത്. അപ്പോൾ മൊത്തത്തിലുള്ള നമുക്ക് ഘോഷയാത്ര പുറപ്പെടുന്നൊന്നും എടുക്കാനായിട്ട് എനിക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ കുറഞ്ഞ രീതിയിലുള്ള ഒന്ന് കാണിച്ചു തരുന്നുള്ളൂ കേട്ടോ. പുലികളെല്ലാം കൂടെ വിശ്രമിക്കുക കേട്ടോ ഇവിടെ ഇരുന്നിട്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ മത്സരങ്ങളുടെ ഫസ്റ്റ് സെക്കൻഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ അറിഞ്ഞിട്ടില്ല. പിന്നെ ഇതാ മങ്കന്മാരെല്ലാവരും കൂടി സ്റ്റാൻഡിൽ നിന്നിട്ട് നല്ല അടിപൊളി തിരുവാതിര കണ്ടോ. അതിൻ്റെ ബേക്കിൽ കണ്ടോ കാവടിക്കാരൊക്കെ കണ്ടില്ലേ. ഇവരുടെ നല്ല അടിപൊളി പരിപാടിയായിരുന്നു കേട്ടോ. ഇതിൽ നമ്മുടെ മീനൂട്ടിയുണ്ട്, മിനിയുണ്ട്, സബിതയുണ്ട്, 2 സബിതമാരുണ്ട്. അങ്ങനെ എൻ്റെ ഫ്രണ്ട്സുകളാട്ടോ ഇവരെല്ലാവരും ഉള്ളത്. കണ്ടില്ലേ എന്തൊരു ഭംഗിയായിട്ടോ ഇവർ കളിക്കുന്നതെന്ന് നോക്കിയിട്ട്. പക്ഷേ നമുക്കിതൊന്നും അറിയത്തില്ലായിരുന്നില്ല. ഇങ്ങനെ മത്സരമായതുകൊണ്ട് ആരുടെ ഒരു കാര്യങ്ങളും പുറത്തും അറിയാല. അപ്പോൾ നമുക്കിതൊന്നും അറിയത്തില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് ആൾക്കാർ കുറഞ്ഞ ഇതേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. നമുക്ക് ബാക്കി ഇവർക്കൊക്കെ നല്ല ഇതുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇവർക്കൊക്കെ എന്തായാലും സമ്മാനം ഉറപ്പാട്ടോ. അങ്ങനെ ഞാൻ ഇതുവരെയും വ്യാപാരിൻ്റെ ഇങ്ങനത്തെ പരിപാടിക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. ചേട്ടനായിരുന്നു മെമ്പറായിരുന്നത്. ഇപ്പോൾ പിന്നെ എനിക്ക് മെമ്പർഷിപ്പ് ഉള്ളതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഇറങ്ങിയിരിക്കുന്നത്. ഇനി നമുക്ക് ഓണത്തിൻ്റെ കായിക മത്സരങ്ങളൊക്കെ വരുന്നതേ ഉള്ളൂ കേട്ടോ. ഇത് ചെറിയ രീതിയിലുള്ളൊരു മാവേലിൻ്റെ തീയതും അങ്ങനെയൊക്കെയുള്ളൊരു പരിപാടികളായിരുന്നു കേട്ടോ. കണ്ടില്ലേ ഈ ഒരു മാവേലി നോക്കിയേ, ഇതൊക്കെ പുറത്തുനിന്നുള്ള മാവേലിയായിരുന്നു കേട്ടോ. അതിൻ്റെ സ്ഥലം കേട്ടോ. ഇതെന്താണെന്ന് പോലും എനിക്കറിയത്തില്ല. ആരാന്നുള്ള കാര്യം എനിക്കറിയില്ല. പുലിയുണ്ട്, പുലി കേട്ടോ. അത് മാവേലിയല്ല, പുലിയാണ്. ഇതാ മങ്കന്മാർ വീണ്ടും രണ്ടാമതും കളിക്കുന്നുണ്ട് കേട്ടോ. നല്ല പരിപാടിയായിരുന്നു കേട്ടോ ഇവരുടെ കളികൾ. ഇതാരും നമുക്ക് കണ്ടു നിന്ന് പോകും. സ്റ്റാൻഡിലാണെങ്കിൽ നല്ല വെയിലും ഉണ്ടായിരുന്ന വെയിലത്ത് ചെരുപ്പൊന്നും ഇടാതെ ഇവർ നിന്ന് കളിക്കുമ്പോൾ ഇവർക്ക് കാലക്കാലത്ത് നല്ല പോലെ കൊള്ളുന്നുണ്ടാവും. അത്രയ്ക്ക് നല്ല ചൂടുണ്ടായിരുന്നേ. കണ്ടില്ലേ കളിയുണ്ട്. ഇത് ലാസ്റ്റ് നമ്മൾ ഘോഷയാത്ര എല്ലാം കഴിഞ്ഞ് സ്റ്റാൻഡിൽ വന്നതിന് ശേഷമുള്ള പരിപാടികളാട്ടോ ഈ കാണുന്നത്. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ വ്യാപാര ഭവനിലോട്ട് തിരിച്ചു പോകുന്നില്ല കേട്ടോ. ഇവിടെ നിന്ന് നമ്മൾ തീർക്കുവാട്ടോ ചെയ്യുന്നത്. നമ്മൾ പിരിഞ്ഞു പോരുമായിരുന്നു. 6 മണിയൊക്കെ ആകുമ്പോഴത്തേനും നമ്മൾ പിരിഞ്ഞു പോകുന്നു കേട്ടോ. അപ്പോൾ കണ്ടില്ലേ കൂട്ടുകാരെ, എങ്ങനെയാണ് നമ്മൾ ഓരോരോ ഓണാഘോഷങ്ങൾ നടത്തുമ്പോൾ നമുക്ക് പണ്ടുള്ള ഓർമ്മകളെല്ലാം നമുക്ക് ഇങ്ങോട്ട് ഓടി വരും കേട്ടോ മനസ്സിലേക്ക്. അതെന്താ ചെറുപ്പകാലത്ത് നമ്മളിങ്ങനെ കളിച്ചതൊക്കെ നമുക്കിപ്പം ഒന്നും ഇതൊക്കെ ചെയ്യാൻ പറ്റാത്തൊരു ഇതൊക്കെയാണല്ലോ എന്നൊക്കെ നമുക്കൊരു വിഷമം കൂടി ഉണ്ട് കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് കറക്റ്റ് സമയത്ത് പങ്കെടുക്കാനും പറ്റിയാലോ ഷൂട്ടിലൊക്കെ ആകുമ്പോഴേ. അതുകൊണ്ട് നമുക്കിതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. നമ്മുടെ ഒരു കുതിര ഉണ്ടായിരുന്നു കേട്ടോ, അപ്പുറത്തോടെ അവിടെ നിർത്തിയിട്ടുണ്ട്. പിന്നെ എനിക്ക് പറയാം, മൊത്തത്തിൽ എല്ലാവരും വ്യാപാരി എല്ലാ അംഗങ്ങളും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കുറേ ദൂരം നമുക്ക് ഘോഷയാത്ര ഉണ്ടായിരുന്നു. പക്ഷേ ഘോഷയാത്രയിലൊന്നും നമുക്ക് അത് എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. ഫുള്ളൊന്നും നമുക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. ഇതാണ് ലാസ്റ്റ് കണ്ടില്ലേ, ഞാൻ ഇങ്ങനെ ടീച്ചർ ബാനർ വെച്ചതാണ് ഞങ്ങൾ നിന്ന് ഗ്രൂപ്പിലായിരുന്നു കേട്ടോ ലാസ്റ്റ് വരുന്നത് കണ്ടോ. അപ്പോൾ ബൈ.